ഈ ഉച്ചഭാഷണിയുടെ ശ്രവണ സീമയിൽ ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുക. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരാമെന്ന് അരുളി ചെയ്ത നിസ്തുലനായ യേശു ക്രിസ്തുവിന്റെ നമോവാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് പ്രാരംഭത്തിൽ രാവിലെ തന്നെ പ്രാർത്ഥിച്ചാരംഭിച്ച് വിവിധ സ്ഥലങ്ങളിൽ, വിവിധ പട്ടണങ്ങളിൽ, ഗ്രാമങ്ങളിൽ മർമ്മപ്രധാനമായ യേശു ക്രിസ്തുവിന്റെ സത്യവിശേഷത്തെ വിളിച്ചു പറഞ്ഞ് ഒരു മനുഷ്യന്റെ മാനസാന്തരം എന്നതുപോലെ മനസ്സിന് മാറ്റം വരുന്ന യേശുവിന്റെ നല്ല വർത്തമാനം ഘോഷിച്ചുകൊണ്ട് ഗാനരൂപേണ സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്തുകൊണ്ട് തന്നെ ക്രിസ്തുവിൽ പ്രയോജനപ്പെടുന്ന ഇക്കാലങ്ങളിൽ കർത്താവിന് വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ യാത്രകളും മറ്റു പ്രവർത്തനങ്ങളും ചെയ്തു വരുന്ന അനവധി സഹോദരന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് മുമ്പായി സംസാരിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിജു ട്രിവാൻഡ്രം ഞങ്ങളുടെ മധ്യത്തിലുള്ളത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനും നിർമ്മലമായ സത്യസുവിശേഷത്തെ തെല്ലും ഭയമില്ലാതെ ലോകമെമ്പാടും വിളിച്ചു പറയുവാൻ തനിക്ക് ദൈവം കൊടുത്ത വലിയ കൃപകൾക്ക് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ഗാനങ്ങൾ ആലപിച്ച എഫ്രാത്ത് കൊയർ ടീമിന്റെ ഒരഭിഷക്തനായിരിക്കുന്ന കർത്തൃദാസൻ എബിയേനാഥ് അവர்களுം ഞങ്ങളുടെ കൂടെ ഉള്ളതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വെളുപ്പും കറുപ്പും ഉള്ള കട്ടയായി നല്ല ശ്രുതിമധുരമായിട്ടുള്ള ഗാനത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ച ജോബിൻ ജോൺസൺ അവരുകളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തന്റെ സ്ഥലം പുനലൂർ തന്നെയാണ്. ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ കുണ്ടറയിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ജിജോ ജോയി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ പല സ്ഥലങ്ങളിലായിരുന്ന അനവധി വ്യക്തികൾ കർത്താവിന്റെ ധീരപോരാളികളായി വിവിധ സ്ഥലങ്ങളിൽ കർത്താവിനെ ലജ്ജ കൂടാതെ ഉയർത്തുന്നതിന്റെ പിന്നിലുള്ള കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ അറിയുന്ന സുവിശേഷം ലോകമെമ്പാടും അറിയണം, എല്ലാ സഹോദരങ്ങളും തിരിച്ചറിയണമെന്നുള്ള മർമ്മപ്രധാനമായ ഒരു കാര്യം തന്നെയാണ്. ഈ ദേശം ഞങ്ങൾക്കൊട്ടും അപരിചിതമായിട്ടുള്ള ദേശമല്ല. ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുകയും ഞങ്ങളൊത്തിരി ആദരിക്കുകയും ചെയ്യുന്ന പ്രിയ കർത്താവിന്റെ ദാസൻ സോമനച്ചാന്റെ നാടാണിത് എന്ന് വിശേഷാൽ എടുത്തു പറയുന്നതിൽ വളരെ സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. ഇതിന്റെ പുറത്ത് തന്നെ ഞങ്ങളുടെ ഒത്തിരി സ്നേഹിക്കുന്ന പ്രിയ ബെന്യാങ്ങളുടെ ഭവനം ഒക്കെ ഞങ്ങൾക്ക് എടുത്തു പറയത്തക്കവണ്ണം ഉള്ള ഭവനങ്ങളാണ്. ഇക്കാലഘട്ടത്തിൽ നമ്മളൊരു തിരിഞ്ഞുനോട്ടം നോക്കിക്കഴിഞ്ഞാൽ ലഹരിയുടെ മാസ്മരിക ലോകത്തിൽ ആഴ്ന്നു പോകുന്ന അനവധി വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും. കവലകളിലും ഗ്രാമങ്ങളിലും ഞങ്ങളിത് ഉയർത്തി പറയുന്നതിന്റെ ചേതോ വികാരം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെല്ലും ഭീതിയില്ലാതെ പറയുവാൻ കഴിയും. ഞങ്ങൾ അറിഞ്ഞ സത്യസുവിശേഷവും ആ സന്തോഷവും ദേശമെമ്പാടും അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളിൽ നല്ലവരും പഠിപ്പുള്ളവരാണ്, നല്ല ജോലി അധ്വാനിക്കുന്ന വ്യക്തികളാണ്, കർത്താവിന് വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന വ്യക്തികളാണ്. ഞങ്ങൾ തിരിച്ചറിഞ്ഞത് എന്താണെന്ന് അറിയാമോ? ക്രിസ്തുവിലുള്ള സന്തോഷം മറ്റ് ലഹരിയിൽ ഒന്നും ലഭിക്കത്തില്ല എന്നുള്ളൊരു സന്തോഷമാണ്. ഞങ്ങൾ തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്. അതിൽ ലഹരിക്ക് അപ്പുറമായി നിൽക്കുന്ന ഒരു യേശുവിന്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിലേക്കാണ് ഈ ദേശത്തുള്ള എല്ലാ ദേശനിവാസികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യന് സ്നേഹിക്കുവാൻ കഴിയുന്നത്? പല സ്നേഹങ്ങളും നമുക്ക് തിരിച്ചറിയുന്നത് ഒരു കുപ്പിക്കകത്ത് കലർത്തിക്കൊടുത്ത, മായം ചേർത്ത് കൊടുത്ത ഒരു ജ്യൂസ് കുടിച്ച് സ്നേഹത്തിന്റെ ഒരു ഭാഗം അടർന്നു മാറിയത് നമ്മൾ പത്രമാധ്യമങ്ങളിൽ, ടെലിവിഷൻ മാധ്യമങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. കടാര കൊണ്ട് കുത്തിക്കയറ്റുന്ന സ്നേഹത്തിന്റെ അവസാനം നമ്മൾ കണ്ടിട്ടുള്ളതാണ്.
അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാതെ മൃഗസ്വഭാവമുള്ള വ്യക്തികളായി തീരുന്നത് സ്നേഹത്തിന്റെ അപ്പുറമുള്ളൊരു ഭാഷ നമുക്ക് തന്നിട്ടുണ്ട്, കൊലപാതകി എന്നുള്ളത്. മാത്രമാണോ പിതാവാരെന്നറിയാതെ, അപ്പനെ ഒട്ടും ബഹുമാനിക്കാതെ തനിക്ക് തോന്നിയതുപോലെ പോകുന്ന മക്കളുടെ ചരിത്രം നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കണ്ടിട്ടുള്ളതാണ്. മനുശ്രോതാവെ തിരിച്ചറിയുക, ഈ ലോകത്തുള്ള സ്നേഹമൊക്കെ വിധിച്ചിട്ടുള്ളത് മരണത്തെ തന്നെയാണ്. എന്താണ് മരണം? ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവൻ മരിച്ചേ മതിയാകത്തുള്ളൂ. നമ്മൾ പലരും പല മരണത്തിലും പോയിട്ടുള്ളവരാണ്, കണ്ടിട്ടുള്ളവരാണ്. ഈ രാത്രിയിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നത് മരണത്തിനപ്പുറവും നമ്മളെ സ്നേഹിക്കുന്ന ഒരു നസ്രയനായ യേശുവുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുവാനാണ് ഈ ദേശത്തിലും ഞങ്ങൾ വന്നിട്ടുള്ളത്. അതാരാണ് ആ നസ്രയൻ? പല ഗ്രന്ഥങ്ങളും വിളിച്ചു പറയുന്നു, അവനിൽ കപടമില്ലാതെ സ്നേഹിക്കുവാൻ കഴിയുന്നത് ആർക്കാണ്? പല മനുഷ്യരുടെ ജീവിതം എടുത്തു പഠിച്ചു കഴിഞ്ഞാലും കപടഭക്തിക്കാരായിട്ടുള്ള അനവധി വ്യക്തികളെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. സ്നേഹത്തിന്റെ പിന്നിൽ ഒരു ചേതോപകാരമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ അതിന്റെ അപ്പുറത്ത് ഒരു റിസൾട്ട് ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ മനുഷ്യ തിരിച്ചറിയുക, മായം ചേർത്ത സ്നേഹമല്ല നസ്രയനായ യേശു ക്രിസ്തു നൽകി തന്നിട്ടുള്ളത്, മറിച്ച് നമുക്ക് നൽകി തന്നിട്ടുള്ളത് ഒരു നിത്യമായ സ്നേഹമാണ്. അത് മരണത്തിന്റെ അപ്പുറവും നിലനിൽക്കുന്നതാണ്. ഒരു ഹൈന്ദവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും, സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ്. മരിച്ചതിന് ശേഷം പിന്നെ ഒരു പുനർജന്മമെടുത്ത് കാക്കയായോ പുഴുവായോ മറ്റ് ജീവജാലങ്ങളായിട്ടോ ഈ ഭൂമിയിൽ വന്ന് ഞാൻ ജീവിക്കുമെന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. സത്യം തേടി അനവധി ഗ്രന്ഥങ്ങളുടെ താളുകൾ ഞാൻ മറിച്ചു നോക്കിയപ്പോൾ തിരിച്ചറിഞ്ഞത് ഇങ്ങനെയാണ്: ഈ ഭൂമിയിലെ വാസം ഒരു മനുഷ്യൻ ഒരു വട്ടം മാത്രമേ ഉള്ളൂ. അതൊരു റേസ് സൈക്കിൾ അല്ല, അത് പിന്നീട് പുനർജന്മം എടുത്തു വരുന്നതല്ല, മറിച്ച് ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ നിത്യമായൊരു സ്വർഗമുണ്ട്, നിത്യമായൊരു നരകമുണ്ട്. മാന്യ ശ്രോതാവേ, ഈ സത്യമാണ് ഞങ്ങൾ ദേശം തോറും വിളിച്ചു പറയുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി തെറ്റായ വഴിയാണോ അതോ ശരിയായ വഴിയാണോ? ലഹരിയുടെ മാസ്മരിക ലോകത്തിൽ ആഴ്ന്നു പോകുന്ന വ്യക്തികളോട് ആത്മാർത്ഥമായ ഒരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ വിളിച്ചു പറയട്ടെ, മദ്യം വെച്ചിരിക്കുന്ന വിനാശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലഹരിയുടെ അടിമത്തം തന്നെയാണ്. അത് എപ്പോഴും മരണം തന്നെയാണ് വിതയ്ക്കുന്നത്. അത് നല്ലതായിട്ട് വിതച്ചത് നമുക്ക് കാണുവാൻ കഴിയത്തില്ല. ഈ ലഹരി നമുക്ക് വിതച്ചു തന്നിട്ടുള്ളത് നല്ലതാണെന്ന് ഒരു മനുഷ്യർക്കും പറയുവാൻ കഴിയത്തില്ല. എന്റെ സ്ഥലം മേനാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ദിവസം പ്രതി പത്രം തുറന്ന് വായിച്ചു നോക്കുമ്പോൾ അനവധി വ്യക്തികൾ മരണത്തിന് മുൻപിൽ കീഴടങ്ങുന്നത് കാണുവാൻ കഴിയും. ചെറുപ്പക്കാർ യാത്ര ചെയ്യുമ്പോൾ മദ്യപിച്ച് റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ വാഹനം തട്ടി ഒത്തിരി പേര് മരണപ്പെടാറുണ്ട്. ഇന്ന് എന്നെ ചിന്തിപ്പിച്ച ഒരു ന്യൂസ് ഉണ്ട്. കുറച്ചു നേരം മുൻപ് കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലത്ത് 3 ബൈക്കുകാര് മത്സരം പോലെ നടത്തി. ഒരു ബൈക്കിലെ വ്യക്തികൾ ചെന്നൊരു ലോറിയിലേക്ക് ഇടിച്ചു കയറി തൽക്ഷണം മരണം സംഭവിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? മനുഷ്യന്റെ ജീവിതം ഇത് എങ്ങോട്ട് പോകുന്നു? പണ്ടൊക്കെ 60, 70, 80 വയസ്സ് വരെ ജീവിച്ചിരുന്നെങ്കിൽ ഇതാ ഈ കാലഘട്ടങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ തിരിച്ചറിയുക, മരണം ക്ഷണികമാണ്, അതിന് ഒരു പ്രായപരിധി ഇല്ല എന്നുള്ളത്. ഇപ്പോൾ രോഗിയായി മരിക്കുന്നതിനും അപ്പുറം അപകട മരണമാണ് കൂടുതൽ സംഭവിക്കുന്നത്, തൽക്ഷണമുള്ള മരണം. ലഹരി ഉപയോഗിച്ചു കഴിയുമ്പോൾ തന്റെ പിതാവിനെ ഒന്ന് കയർക്കണമെന്ന് തോന്നും, തന്റെ പിതാവിനോടൊന്ന് ചെതർക്കണമെന്ന് തോന്നും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് വാളെടുത്ത് ഇല്ലെങ്കിൽ കത്തിയെടുത്ത് കടാരയെടുത്ത് തന്റെ പള്ളയിലേക്ക് കുത്തിക്കയറ്റുവാൻ ഒട്ടും മടിയില്ലാത്ത തലമുറ വളർന്നു വരുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? പ്രിയ മാന്യ ശ്രോതാവേ, നമ്മുടെ ദേശത്ത് ഈ വിനാശങ്ങൾ വരുന്നത് നമ്മൾ ഈ ലഹരിക്ക് അടിമയാകുന്നത് കൊണ്ട് തന്നെയാണ്. മദ്യത്തെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. പുകയില എങ്ങനെയാണ്? പുകയില കൊണ്ടുവന്നത്
ഒരു ആഭിചാര കർമ്മത്തിന് വേണ്ടി 16-ാം നൂറ്റാണ്ടിന് മുൻപേ കൊണ്ടുവന്നതാണ്. എന്നാൽ അതിനുശേഷം 16-ാം നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഇതൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് അവര് വാണിജ്യ വൽക്കരണം നടത്തി നിരവധി ദേശത്തേക്ക് അതിനെ അഴിച്ചുവിട്ടു. അതൊക്കെ അവർക്ക് സുഖഭോഗങ്ങൾ നേരുന്നതാണെന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ അതിനെ ആർത്തിയോടെ അത്യാവശ്യത്തോടെ ചേർത്തു പിടിച്ചു. അല്പനേര സന്തോഷത്തിന് വേണ്ടി ഇവർ ചേർത്തു പിടിച്ചത് മരണത്തെ ആണ് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അത് ഇന്നും മാഞ്ഞു പോയിട്ടുള്ളതല്ല. മനുഷ്യ തിരിച്ചറിയുക, ഇന്ന് കർത്താവ് വന്ന് വിളിച്ചാൽ നമ്മൾ പോകുവാൻ റെഡിയാണോ? ഒന്നും കൂടെ പറയാ, ഈ സർവശക്തനായ ദൈവം നമ്മളെ പടച്ചുണ്ടാക്കി വിട്ടിരിക്കുന്നത് ഒരിക്കലും ഒരു ലഹരിക്ക് അടിമയായി നമ്മുടെ ജീവിതത്തെ നാം തന്നെ നാശത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകുവാനല്ല, നാം തന്നെ കുഴി വെട്ടിയിട്ട് അതിനകത്തോട്ട് നമ്മളെ ഇട്ട് പുതപ്പിക്കുവാനല്ല. മാന്യശ്രോതാവെ, തിരിച്ചറിയുക, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് ആരോ ചെയ്തു പോയത് കർമ്മത്തിന് വേണ്ടിയാണ്, ആരോ ചെയ്തു പോയ പ്രവൃത്തിക്ക് വേണ്ടിയാണ്. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുൻപ് കാൽവറി ക്രൂശിൽ പരമയാഗമായ നിസ്തുല്യനായ കർത്താവിനെ ക്രൂശിച്ചതിന്റെ പിന്നിലുള്ള ചേതോവികാരം നാമും കർത്താവിന് വേണ്ടി ആരാധിക്കുവാനാണ്, നാമും കർത്താവിന് വേണ്ടി ശോഭിക്കുവാനാണ്. ഈ വൈകിയ സമയം നമ്മുടെ വീടുകളിൽ മെഴുകുതിരികൾ അല്ലെങ്കിൽ ലൈറ്റുകൾ തെളിക്കാറുണ്ട്. ഒരു പ്രകാശം എപ്പോഴും നമുക്ക് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പ്രകാശമില്ലാതെ നമുക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല. മനസ്ശ്രോതാവെ, തിരിച്ചറിയുക, ലഹരി വന്നിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഇരുളിന്റെ അവസ്ഥയായിട്ടുണ്ടെങ്കിൽ, മറ്റ് ലഹരി ഉപയോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടാണ് സമ്മാനിച്ചിട്ട് പോയത് എന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, മാന്യശ്രോതാവേ, ഒരു വെളിച്ചമായ നസ്രയൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ഏതൊക്കെ ഭാരത്താലാണോ ആയിരിക്കുന്നത്, ഏതൊക്കെ വിനാശയിലാണോ ആയിരിക്കുന്നത്, അവിടെ മറുപടി നൽകുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അതാണ് ഞങ്ങൾ ഉയർത്തി പറയുന്ന സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ ഏക സത്യ ദൈവം എന്ന് പറയുന്ന യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. പഠനങ്ങൾ പഠിച്ചപ്പോഴും ഗ്രന്ഥങ്ങളുടെ താളുകൾ മറിച്ചു നോക്കിയപ്പോഴും ഇതുപോലെ സ്നേഹസ്വരൂപിയായ ഒരു ദൈവത്തെ എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒത്തിരി പഠനം നടത്തിയിട്ടോ ഒത്തിരി വായിച്ചിട്ടോ തിരിച്ചറിഞ്ഞ ഒരു മർമ്മപ്രധാനമായ സത്യമുണ്ട്. ഈ സത്യത്തിൽ മാത്രമാണ് നിലനിൽക്കുന്ന സന്തോഷം. ഒരിക്കൽ ഞങ്ങളെ പലരും അകറ്റി നിർത്തിയിരുന്നു, പലരും ഞങ്ങളെ മാറ്റി നിർത്തിയിരുന്നു. എന്നാൽ ഈ ദൈവസ്നേഹം ഞങ്ങളുടെ അകതാരിലേക്ക് ആഴ്ന്നു തുടങ്ങിയപ്പോൾ ഇതാ പലരും ഞങ്ങളെ ചേർത്ത് പിടിക്കാറുണ്ട്. അതിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്. ആ സത്യമാണ് ഈ ദേശവും തിരിച്ചറിയേണ്ടുന്നത്. അനവധി കുഞ്ഞുങ്ങൾ എവിടെ നിന്ന് വാഹനം എടുത്ത് യാത്ര ചെയ്തു പോകാറുണ്ട്. മരണത്തെയാണോ നമ്മുടെ വീട്ടിലേക്ക് അവർ സമ്മാനിക്കുന്നത് എന്ന് നമുക്കറിയുവാൻ കഴിയത്തില്ല. വാഹനാപകടങ്ങൾ ഉണ്ടാവുന്നത് മദ്യത്തിന്റെ ആസക്തിയിലാണെങ്കിൽ മാന്യശ്രോതാവെ, തിരിച്ചറിയുക, അത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ദേശത്തിലും നിരാശകൾ മാത്രമാണ് സമ്മാനിക്കുന്നത്. ഈ ഉച്ചഭാഷണിയുടെ ശ്രവണ സീമയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന ആരെങ്കിലും എന്റെ മകൻ ഒരു മദ്യപാനിയാണ്, എന്റെ പിതാവ് ഒരു മദ്യപാനിയാണ് എന്നാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥന അഭ്യർത്ഥനകൾ നടത്തുന്നുണ്ടെങ്കിൽ, ഒരു ചെലവും കൊടുക്കാതെ ഒരു സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞത് പറയാം. ഒരു മലമുകളിൽ കയറിയത് കൊണ്ടോ ഒരു വഞ്ചിയിൽ കാശിട്ടത് കൊണ്ടോ മലയിലോ മേടുകളിലോ ഒക്കെ യാത്ര ചെയ്താലോ തീർത്ഥാടനങ്ങൾ നടത്തിയാലോ ഒന്നും ഈ സന്തോഷം നിങ്ങൾക്ക് ലഭ്യമാകത്തില്ല. നിങ്ങൾക്ക് ഈ സന്തോഷം ലഭ്യമാകണമെങ്കിൽ നിങ്ങളുടെ അകതാരിൽ പറയുവാൻ കഴിയുമോ, കർത്താവെ, അങ്ങനെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ആ സന്തോഷം അനുഭവിക്കുമെന്ന്? കേരളത്തിലെ ബ്ലാക്ക് മാർക്ക് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, ട്രിവാൻഡ്രത്ത്. അവിടെ ആ കോളനിയിൽ ഒത്തിരി വ്യക്തികളുണ്ട്, മദ്യത്തിന്റെ ആസക്തിയിലുമായിരുന്നു പോയവർ. കഴിഞ്ഞ പരിസയോഗത്തിൽ അവരോടുകൂടെയൊക്കെ നിന്നപ്പോൾ അവർ ക്രിസ്തുവിനെ ഉയർത്തുന്നത് കണ്ട് എനിക്ക് അഭിമാനം തോന്നി. കാരണം
ഈ സമയം പോലും അവർക്ക് പറയുവാൻ കഴിയത്തില്ല. എപ്പോഴേ മദ്യപാനം തുടങ്ങി, കുഞ്ഞിലെ മദ്യപാനം തുടങ്ങി, അവരുടെ ജീവിതചര്യയിൽ മദ്യപാനം തുടങ്ങി, അവരുടെ മരണത്തിന് മുൻപ് വരെ മദ്യപിച്ച് ലക്കുകെട്ട് പോകുന്ന വ്യക്തികളാണ്. എന്നാൽ അവർ നസ്രയനായ യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ ഇതാ അവർ മദ്യത്തെ ഉപേക്ഷിച്ചു, പുകയിലെ ഉപേക്ഷിച്ചു, ലഹരി പദാർത്ഥങ്ങളെ ഉപേക്ഷിച്ചു. കാരണം അവർക്ക് ബോധം വരുത്തുന്ന ഒരു ദൈവമുണ്ട്. അത് ഇന്നും നസ്രയനായ ദൈവം തന്നെയാണ് പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. അതാണ് ഈ ചെറുപ്പക്കാർ നൃത്തത്തോടും ദൈവത്തെ സ്തുതിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് തരാൻ കഴിയാത്തൊരു ലഹരി ഉണ്ടെങ്കിൽ അത് സർവശക്തനായ യേശുവിലുള്ള ലഹരിയാണ്. ആ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ഏക സത്യ ദൈവം എന്ന് വിളിച്ചു പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പലരും ഞങ്ങളെ തല്ലാൻ വന്നിട്ടുണ്ട്, പലരും ഞങ്ങളെ അസഭ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മാനിശ്രോതാവെ, നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷത്തിന് അപ്പുറം ഒരു സന്തോഷമുണ്ടെങ്കിൽ, കൊല്ലാൻ വരുന്നവരെ പോലും സ്നേഹിക്കുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ, അത് നസ്രയനായ യേശു രേഖപ്പെടുത്തിയതുപോലെ ആ യേശുവിന്റെ അനുഭവമാണ്, ക്രിസ്തയേശുവിന്റെ സ്നേഹമാണ്. തന്റെ അയൽക്കാരനെ പോലെ തന്നെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് ഉള്ള വാചകം രേഖപ്പെടുത്തിയിരിക്കുന്നത് ബൈബിളിലാണ്. ഗാന്ധിജി പോലും താൻ നടത്തിയിട്ടുള്ള പീസ്ഫുള്ളായിട്ടുള്ള യുദ്ധങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് സ്നേഹം കൊണ്ട് ഒരു രാജ്യത്തെ തന്നെ കീഴടക്കുവാൻ കഴിയും. സ്നേഹത്തോട് തന്നെ ഒരു വ്യക്തിയെ കീഴടക്കുവാൻ കഴിയും. അത് നിത്യമായി നിൽക്കണമെങ്കിൽ അത് സ്വർഗത്തിനും അപ്പുറം, മരണത്തിനും അപ്പുറം ദൈവത്തോടുള്ള വാസമായി തീരട്ടെ എന്ന് അതെന്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമുണ്ട് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ ചിന്തകളും നസ്രയനായ യേശുവിന്റെ കൈകളിലേക്ക് നിങ്ങൾ പരമേൽപ്പിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഈ പ്രഭാഷണവും ഈ ഗാനങ്ങളും ഒക്കെ നിങ്ങളുടെയും ജീവിതത്തിൽ ഉപകാരമായി തീരുമെന്ന് വിളിച്ചു പറഞ്ഞ് നിരവധി നാളുകൾ ആരെങ്കിലും നീറി തന്റെ ജീവിതത്തെ എങ്ങനെയാണ് മുൻപോട്ട് നയിക്കുന്നതെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, കിടക്കയിൽ കിടക്കുന്ന വ്യക്തികളായിരുന്നാലും നിങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു നല്ല നസ്രയനാണ് ഈ ദേശത്തിലും ഞങ്ങൾ ഉയർത്തുന്നത്. തെല്ലും മായമില്ലാതെ പറയാം, നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏത് കഷ്ടത്തിന്റെ അവസ്ഥയായിരുന്നാലും, ഏത് രോഗത്തിന്റെ അവസ്ഥയായിരുന്നാലും, ഏത് ദാരിദ്ര്യത്തിന്റെ അവസ്ഥയായിരുന്നാലും, ഒരു സമാധാനത്തിന് വേണ്ടി മാതാവേ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ ഈ വൈകിയ സമയം ഞങ്ങൾ പറയട്ടെ, ഒരു നല്ല നസ്രയനുണ്ട്. ആ നസ്രയന്റെ പേരാണ് യേശു ക്രിസ്തു. ആ യേശുവിനോട് പറയുവാൻ കഴിയുമോ, യേശുവേ, എന്റെ മനസ്സ് ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു, ഞാനൊരു പാപിയാണ് എന്ന് സമ്മതിക്കുന്നു, അങ്ങ് എന്നിൽ നിന്ന് ക്രിയ ചെയ്യണമേ എന്ന് നിങ്ങൾ പറയുവാൻ താല്പര്യപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിന് വളരെയേറെ സന്തോഷം നൽകി തന്ന് നിങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ, നല്ലൊരു നാളേക്ക് വേണ്ടി നിങ്ങളുടെ തലമുറകളെ ഒരുക്കിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ള ആഹ്വാനം ചെയ്തുകൊണ്ട് സമയത്തെ അനുവദിച്ച ദൈവദാസനോടുള്ള നന്ദിയെ രേഖപ്പെടുത്തി വാക്കുകൾക്ക് ഞാൻ ഉപസംഹാരം കുറിക്കുന്നു. കർത്താവായ യേശു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.